എന്താടോ താൻ നന്നാവാത്തെ? അനായാസേന മരണം, വിനാധേന്യന്റെ ജീവിതം, ദേഹിമത് കൃപയാ ദ്വയേ ഭക്തിമഞ്ജല. അനായാസമായ മരണം, ധീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതയെന്ന് പ്രാർത്ഥിച്ചു കൂടേണ്ട കാലമായി ശേഖര. നീ വഴിമാറടാ മുണ്ടക്കൽ ശേഖര. സൂപ്പർ സൂപ്പർ സൂപ്പർ. ബാബു വളരെ എക്സൈറ്റഡ് ആയല്ലോ. മൈക്ക് കൊടുത്ത് അവിടെ തുള്ളിച്ചാടുമായിരുന്നു. എനിക്ക് നമ്മുടെ ജയറാം സാറിനെ ഇത്രയും ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ആനകളുമായിട്ടുള്ള ഒരു സഹവാസത്തെക്കുറിച്ച് ഒന്നറിഞ്ഞാൽ. അല്ല ബാബു ഒന്ന് ക്ലിയർ ആണ്, ആനകളുമായിട്ടുള്ള സഹവാസവും അല്ല, ഈ ആനകൾ എങ്ങനെയാണ് ഒരു സിനിമയത്തിന് ആനച്ചന്തം എന്നുള്ള ആ ചിത്രത്തിൽ ഈ ആനകളെ ഇത്രത്തോളം അടുത്ത് ഇടപഴകുവാനുള്ള ഒരു അത് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കുട്ടിക്കാലം തൊട്ട് എനിക്ക് ആന ഭയങ്കര ഇഷ്ടമായില്ല. മലയാളികൾക്കാർക്കാണ് ആന ഇഷ്ടമില്ലാത്തുള്ളത്. പക്ഷെ ഞാൻ ജനിച്ച് വളർന്നത് ഞങ്ങളുടെ തറവാടും എല്ലാം കോടനാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്, മലയാറ്റൂർ. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ആനയെ കുഴിയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന് കോടനാട് കൂട്ടിൽ കൊണ്ടുവന്ന് ആനയെ ട്രെയിൻ ചെയ്യിക്കുന്നതും 1 വർഷത്തോളം അതിന് പരിശീലനം കൊടുത്ത് പുറത്ത് കൊണ്ടുവരുന്നവരെ ചെറുപ്പത്തിലൊക്കെ പോയി ഒരുപാട് കണ്ടു നിന്നിട്ടുണ്ട്. 77-ലാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആന പിടിക്കലും സ്റ്റോപ്പ് ചെയ്തത്, അവിടുത്തെ ട്രെയിനിങ് എല്ലാം. അതുവരേക്ക് ഇത് കണ്ടു നിന്ന് ഒരുപാട് അനുഭവമുള്ളതാണ് കുട്ടിക്കാലം തൊട്ട് ഈ ആനയോട് ഒരുപാട് ഇത് വന്നത്. പിന്നെ ഒരു അമ്പലവാസിയായിട്ടാണ് ഞാൻ അധികവും എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിട്ടുള്ളത്. കാരണം പെരുമ്പാവൂർ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ക്ഷേത്രമാണ്. അപ്പോൾ ഈ ആനയും ചെണ്ടമേളവും എല്ലാം കുട്ടിക്കാലം തൊട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ ആനയോട് ഒരുപാട് ഇഷ്ടം. പിന്നെ ജീവിതത്തിലൊരു ആനയെ സ്വന്തമാക്കാൻ സാധിച്ചു. ജയറാം കണ്ണൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും സമയം കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പോയി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. എനിക്ക് സാറേ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. എന്താ ബാബു? കാര്യം നമ്മുടെ ഈ ഫിലിം ഫീൽഡ് ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം കലാഭവൻ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മിമിക്സ് അവതരിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ സിനിമയിൽ വന്ന ശേഷം കലാഭവൻ്റെ പുതിയ മന്ദിരത്തിൻ്റെയും സ്കൂളിൻ്റെയും ശിലാസ്ഥാപനത്തിൻ്റെ അന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഞാനാണ് ചെയ്തത്. പിന്നീട് കലാഭവൻ്റെ ഒരു സിൽവർ ജൂബിലി നടന്നപ്പോൾ അതിന് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ എറണാകുളം വഴി പോകുമ്പോൾ കലാഭവനിൽ പോകാറുമുണ്ട്. താങ്ക് യു സാർ. ബാബു, എനിക്ക് വേണ്ടി എന്താണ് തിരിച്ചൊന്ന് കാണിക്കുന്നത്? ഒരു ശബ്ദം എന്തെങ്കിലും. ഞാൻ ആനയുടെ ഒരു ശബ്ദം തന്നെ, ആന ഈ കരയുന്ന ഒരു ശബ്ദം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ നമ്മളെല്ലാവരും ഈ ആനയെ അമർന്ന ശബ്ദമാണ് കേൾപ്പിക്കുന്നത്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ കുട്ടിക്കാലം തൊട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ആന കരയാറുള്ള ഒരു ശബ്ദമുണ്ട്. അത് ഞാൻ സാധാരണ വെള്ളത്തിൽ മുൻ ഇടുന്നോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതായത് ബാബു, എനിക്കിത് ഓർമ്മ വരുന്നതേ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഈ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ സിനിമയിലൊക്കെ വരുന്നൊരു 10-30 വർഷം മുമ്പ് ഞാൻ പറയുന്നത്. ഞാൻ ഇതേപോലെ ഒരു മലയാള മാസം 1-ാം തീയതി ഇങ്ങനെ, അന്ന് വളരെ ആളുകൾ കുറവാണ്, ഒരു 100 പേര് 200 പേരെ മാക്സിമം ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ പമ്പയിൽ പോയിട്ട് ഇതേപോലെ കുറച്ച് ദൂരെ ഇങ്ങനെ പോയി കാടിനങ്ങ് അറ്റത്ത് പോയിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഈ ശബ്ദം ഉണ്ടാക്കി. ബാബു ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതേപോലെ ആനയുടെ ശബ്ദം ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ശബ്ദം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ ഉണ്ടാക്കി 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒറിജിനലായിട്ടുള്ള ശബ്ദം കാട്ടിനകത്ത് ഇങ്ങോട്ട് കേട്ടു. ഒരൊറ്റ ഓട്ടാന്ന് അതിൽ ഓടിയിട്ട് ബാബു ചെയ്ത ശബ്ദം എനിക്ക് നല്ല ഓർമ്മ വരുന്നു. ബാബു, എനിക്കൊരാഗ്രഹം. നമ്മളിപ്പോൾ എല്ലാം വിട്ടിട്ട് നമ്മൾ സംഗതിയില്ല, മാർക്കുമില്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ വി ആർ ഫ്രീ ഫ്രം എവറിത്തിങ്. കാരണം നിങ്ങളുടെ മനസ്സിലൊക്കെ എല്ലാം നല്ല ചിന്തകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം ബാബു ഒരു ക്ലാസിക്കൽ, ഒരു നല്ലൊരു കീർത്തനം പെട്ടെന്ന് ഏത് രാഗമാണ് വരുന്നത് മനസ്സിൽ? ഹിന്ദോളം. ഏത് കീർത്തനോ? ഹിന്ദോളത്തിലെ മാമോദ് ശ്രീ സരസ്വതി. ഏത് കട്ട വേണം? ഒന്നുകൂടെ. പാട്, ഞാൻ പറയുന്ന പാട്. സനിധമഗ സഗമദനിസ ധനിസഗ ധനിസഗ മഗ സനിധമഗ മഗ സനിധമഗ ഗമഗ സ ഗമഗ സഗമ സഗമ ഗമദ ഗമദ മദനി മദനി ധനിസ ധനിസ മാമവതു ശ്രീ മാമവതു ശ്രീ സരസ്വതി സരസ്വതി
കാമകോടി പീഠ നിവാ കാമകോടി പീഡ സീനി നിവാസിനി മാമവതു ശ്രീ മാമവതു ശ്രീ സരസ്വതി 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 പാടൂ. മാമവതു ശ്രീ സരസ്വതി മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഡ നിവാസിനി മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഡ നിവാസിനി മാമവതു ശ്രീ സരസ്വതി കാമകോടി പീഡ നിവാസിനി മാമവതു ശ്രീ സരസ്വതി Thank you so much. ഒരു 3-4 നിമിഷം ഭയങ്കര എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്ര ഒരു വല്ലാത്തൊരു ഫീൽ. ഞാനൊരു മ്യൂക്രി ആർട്ടിസ്റ്റാണ്. എനിക്കും കിട്ടണമെന്നല്ല, കിട്ടണേ കിട്ടട്ടെ. 4ാം സമ്മാനം ആയുർ കെയർ കീഴിൽ നൽകുന്ന 5 ലക്ഷം രൂപ. 5ാം സമ്മാനം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നൽകുന്ന